ഇപ്പൊ ഇന്ത്യൻ പാർലമെന്റിൽ വഖഫ് ബില്ല് സംബന്ധിച്ചുള്ള ഡിസ്കഷൻ നടന്നു, വോട്ടെടുപ്പ് നടന്നു. 288 വോട്ടാണ് സംഘപരിവാർ ഗവൺമെന്റിന് കിട്ടിയത് പാസ്സാക്കാൻ. 232 വോട്ടാണ് എതിരായി ചെയ്തത്. ആ 232 വോട്ടിൽ ഇന്ത്യ മുന്നണിക്ക് അപ്പുറത്തുള്ള 2 പാർട്ടികളടക്കം ചേർന്നിരുന്നു. അപ്പൊ ഈ ഇന്ത്യ രാജ്യം ഇന്ന് അനുഭവിക്കുന്ന വിഷയം ഒരു മുസ്ലിം പ്രശ്നമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുസ്ലിങ്ങൾ അതിൽ പ്രധാന പ്രതികളും ഇരകളും കക്ഷികളൊക്കെ ആണെങ്കിലും ഈ ഇഷ്യൂ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്, ഒരു മുസ്ലിം പ്രശ്നമല്ല. എന്തുകൊണ്ട്? വഖഫ് ബില്ല് പാസ്സാക്കുന്നതിനെതിരെ വോട്ട് ചെയ്ത 232 ആളുകളെയും ആ ഒരു നിമിഷം മുസ്ലിങ്ങളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പാർലമെന്റിൽ എത്ര മുസ്ലിങ്ങളുണ്ട്? മുസ്ലിങ്ങളാണോ ഇതിനെ തോൽപ്പിച്ചത്? ഇതിന് എതിരെ വോട്ട് ചെയ്തല്ല. പാർലമെന്റിൽ ഓൺലി എ ഫ്യൂ മുസ്ലിംസ്, വിരലിൽ എണ്ണാവുന്ന മുസ്ലിങ്ങളേ ഉള്ളൂ. BJP-യുടെ സ്ഥാനാർത്ഥികളായിട്ട് ഒരു ഒറ്റയാളെ മുസ്ലിങ്ങളായിട്ട് നിർത്താറില്ല അസംബ്ലിയിലും പാർലമെന്റിലൊന്നും. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്ന അപൂർവം ചില മുസ്ലിങ്ങളേ ഉള്ളൂ. അപ്പൊ ഈ ബില്ലിനെതിരായി വോട്ട് ചെയ്ത 232 ആളുകൾക്ക് മറക്കാൻ പറ്റുമോ? മുസ്ലിങ്ങൾ മാത്രമാണെങ്കിൽ അതിൽ എത്ര കുറച്ച് ആളേ ഉള്ളൂ? 6 7 അല്ലെങ്കിൽ 10 ആളുകൾ മാത്രം ചേർന്നാൽ ഇതിനെ എതിർക്കാൻ പറ്റുമോ? 232 ആൾ വോട്ട് ചെയ്തു ഇതിനെതിരായിട്ട്. അതിലേതോ ഒരു സംഘടന ചോദിച്ചിരുന്നു, ഷാഫി പറമ്പിൽ എന്തേ പ്രസംഗിക്കാൻ? അയാൾ പ്രസംഗിക്കാണ്ട് ഇരുന്നാൽ നന്നായത്. അതിന് പകരം IB ഈഡൻ പ്രസംഗിച്ചു. അതല്ലേ ബുദ്ധി? നമ്മളൊരു കാര്യം നമ്മൾ പറയുന്നതിനേക്കാളും വേറെ ആൾക്ക് പറയണ്ടെങ്കിൽ അതല്ലേ നല്ലത്, ഒരു അന്യമതസ്ഥൻ. അപ്പൊ ഷാഫി പറമ്പിൽ പ്രസംഗിക്കാതെ ഇരിക്കലാണ് ബുദ്ധി. IB ഈഡൻ പകരം പ്രസംഗിച്ചതാണ് ബുദ്ധി. രാഹുൽ ഗാന്ധി 232 ആളുണ്ടായി കൊടുത്ത് ബില്ലിൽ സംസാരിക്കാനുള്ള അധികാരം KC വേണുഗോപാലിന് കൊടുത്തതാണ് നന്നായത്, അല്ലേ? അതൊക്കെ ഓരോ പാർട്ടിയുടെയും തീരുമാനിക്കുന്നത്. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുകയല്ല. അപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ 232 പേര് ഈ ബില്ലിനെതിരായി വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും ബഹുമാനിക്കാനുള്ള ബാധ്യത ഈ മുസ്ലിം സമുദായത്തിന് മൊത്തമുണ്ട്, മുസ്ലിം ലീഗിന് പ്രത്യേകിച്ചുണ്ട്. അപ്പൊ നമുക്ക് പാർലമെന്റിൽ 232 ആളുണ്ടെന്ന് കരുതുമ്പോഴേ നമ്മൾ സെക്കുലർ ആവുള്ളൂ. 7 ആളല്ല, 232 പേരുണ്ട്. അതിൽ ക്രിസ്ത്യാനി ഉണ്ട്, അതിൽ ഹിന്ദു ഉണ്ട്, ഒന്നാം തരമായി പ്രസംഗിച്ച സിഖുകാരുണ്ട്. നമ്മളെക്കാളും കവച്ച് അതിഗംഭീരമായ പ്രഭാഷണം നടത്തിയിട്ടുള്ള ഒരു സിഖുകാരും വേറെ അന്യമതസ്ഥരുമാണ്. അവരെ നമുക്ക് സ്മരിക്കാൻ പറ്റുമോ? വൈ സഞ്ജീവ് ഭട്ട് ഈസ് നൗ ഇൻ ജയിൽ? ഈ സഞ്ജീവ് ഭട്ട് ഇപ്പൊ ജയിലിൽ കിടക്കുന്ന എന്തുകൊണ്ടാണ്? അയാള് ആ ഗുജറാത്ത് കലാപത്തിന്റെ കാലത്ത് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയും അമിത്ഷായും ചേർന്ന് കലാപകാരികളെ സഹായിച്ചു എന്നും അത് ആസൂത്രിതമായിരുന്നു എന്നും വംശീയ കലാപമായിരുന്നു എന്നും ഒക്കെ തുറന്ന് പറഞ്ഞതുകൊണ്ട് അയാൾ ജയിലിൽ പോയി. അതയാൾ എന്തു വേണോ? അയാളെ ഭാര്യ ശ്വേത ഭട്ടും മകൾ ആകാശി ഭട്ടും ഒക്കെ നമ്മളെ കോഴിക്കോടൊക്കെ കൊണ്ടുവന്ന് നമ്മൾ പ്രസംഗിപ്പിച്ചല്ലേ. സഞ്ജീവ് ഭട്ട് എന്തിനാ ജയിലിൽ കിടക്കുന്നു? MM കൽബുർഗി എന്തിനാണ് വെടിയേറ്റ് മരിച്ചത്? ഗോവിന്ദ പൻസാര എന്തിനാ വെടിയേറ്റ് മരിച്ചത്? ഗൗരി ലങ്കേഷ് എന്തിനാണ് വെടിയേറ്റ് മരിച്ചത്? ദാബോൽക്കർ എന്തിനാണ് വെടിയേറ്റ് മരിച്ചത്? പൗരാവകാശ സമരത്തിന്റെ പേരിൽ ഹിന്ദുക്കളായിട്ടുള്ള സ്ത്രീ പുരുഷന്മാരായിട്ടുള്ള സർവകലാശാല വിദ്യാർത്ഥിനികൾ എന്തിനാണ് ജയിലിൽ പോയത്? അവരൊക്കെ മുസ്ലിങ്ങളുടെ മാത്രം ഇഷ്യൂ ആയിട്ട് ഇത് ചുരുക്കിയാൽ നമുക്ക് നഷ്ടക്കച്ചവടമായിരിക്കും. മുസ്ലിങ്ങളെ പ്രശ്നം മാത്രമാക്കരുത്. പൊളിറ്റിക്കലാണ് ഇഷ്യൂ. അപ്പോൾ ഈ മതരാഷ്ട്ര നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് മതന്യൂനപക്ഷങ്ങളെയും പിന്നാക്കക്കാരെയും ദളിതരെയും ഉന്മൂലനം ചെയ്യുന്നതിനും സൈഡ് ലൈൻ ചെയ്യുന്നതിനും രണ്ടാം തരം പൗരന്മാരാക്കുന്നതിനും നടത്തുന്ന ബോധപൂർവമായ ശ്രമങ്ങളെ എതിർത്ത് തോൽപ്പിക്കാൻ നമ്മൾ സെക്യുലർ ആയിട്ട് നിൽക്കുന്നു നിർത്തിയുള്ളൂ. വാട്ട് യു മീൻ ബൈ സെക്യുലറിസം എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പൊളിറ്റിക്കലായിട്ടാണ് ചിന്തിക്കുക, ആധ്യാത്മികമായിട്ടല്ല. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഹാസ് നോ റിലിജൻ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കൊക്കെ മതമാകാം, ഒരു എതിർപ്പില്ല. ആർട്ടിക്കിൾ 26 ഭരണഘടനയുടെ അനുച്ഛേദം 26 പ്രകാരമാണ് ഈ വഖഫ് സ്ഥാപനങ്ങളൊക്കെ നമ്മൾ നടത്തുന്നത്. ആ ഇതനുസരിച്ച് ക്രിസ്തർക്കും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. മതനിരാസത്തിന് ഈ കോൺസ്റ്റിറ്റ്യൂഷന് അനുവാദം കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? മതനിരാസം കുറ്റകരമായൊരു കാര്യമല്ല. മതം ഇല്ല എന്ന് പറയുന്നവർക്കും ഇന്ത്യയിൽ കൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഒരു വോട്ടെടുപ്പ് ഉണ്ടായിരുന്നു. ഈ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കുന്നതിന് പകരം ഇൻ ദ നെയിം ഓഫ് ഗോഡ്
ദൈവനാമത്തിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് എഴുതണമെന്ന് ഹിന്ദു മഹാസഭയുടെ പ്രതിനിധി SV കാമത്ത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ആവശ്യപ്പെട്ടു. അദ്ദേഹം വാശിപൂർവ്വം അത് വോട്ടിനിടിച്ചു, പിൻവലിച്ചില്ല. അതിന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഡോക്ടർ അംബേദ്കറും പറഞ്ഞ മറുപടി അത് അസാധ്യമാണ്, ദൈവനാമത്തിൽ ഈ ഭരണഘടന ആരംഭിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് തോന്നും ദൈവനാമത്തിന് അവർ എതിരാണോ? അല്ല. അവർ പറഞ്ഞ ന്യായം, ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരും ഇന്ത്യയിലുണ്ട്, അവർക്കും ഇതേ ഭരണഘടനയാണ്. അപ്പൊ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. അപ്പൊ അതും നമ്മൾ ഉൾക്കൊള്ളണം. ദൈവനാമത്തിൽ അല്ലാതെ ജീവിക്കുന്ന നമ്മളിപ്പോ ഒരു ഭരണഘടനാ വിദഗ്ധന്മാരും ജനാധിപത്യവും ഭരണഘടനയൊക്കെ ഉയർത്തിപ്പിടിക്കുന്നവരാണല്ലോ നമ്മള്. അപ്പൊ ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്ത ആളുകൾക്കും ഇവിടെ എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഉണ്ടെന്ന് ഭരണഘടന അനുവദിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിയാതെ പോലെ നമുക്ക് അവരെ ആശയപരമായി എതിർക്കാന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഈ ദൈവനാമത്തിൽ ആരംഭിക്കാത്ത ഭരണഘടനയാണ്, ഇൻക്ലൂസീവാണ്, എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഭരണഘടന, അതിൽ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ, ഈ വ്യക്തമായൊരു ഉദാഹരണം പറഞ്ഞാൽ, പാർലമെന്റിന്റെ പുതിയ കെട്ടിടം സന്യാസിമാർ ഉദ്ഘാടനം ചെയ്തു. രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ പ്രധാനമന്ത്രി നടത്തുന്നു. അപ്പൊ തന്നെ സെക്കുലറിസം പോയില്ലേ? പ്രധാനമന്ത്രിക്ക് യോഗ്യത ഉണ്ടോ ഇല്ലെന്നല്ല, അദ്ദേഹം പാർലമെന്റാണ് ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ക്ഷേത്രം സന്യാസിമാരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്, അഡ്ജസ്റ്റ് ചെയ്യുക. നേരെ തിരിച്ചുണ്ടായി. ദളിതരോട്, വേടന്റെ ആളുകളോടുള്ള, വേടന്മാരോടുള്ള ഒരു പ്രതികാരം അന്ന് നിങ്ങൾ കണ്ടില്ലേ? രാഷ്ട്രപതി ദ്രൗപദി മുർമു വാസ് നോട്ട് ഇൻവൈറ്റഡ്, ക്ഷണിച്ചില്ല. ദ്രൗപദി മുർമുവിന്റെ കയ്യിലാണ് ഈ പാർലമെന്റുകളൊക്കെ ഉള്ളത്. അവരാണ് സർവ്വ സൈന്യാധിപ ആസ് പെർ കോൺസ്റ്റിറ്റ്യൂഷൻ. അധികാരം അധികം ഇല്ലെങ്കിലും അവരാണ് ഇതിന്റെയൊക്കെ ഹെഡ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ഇന്ത്യ. ആ ദ്രൗപദി മുർമുവിനെ ഈ പാർലമെന്റിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചില്ല. 3 കാരണം കൊണ്ടാണ് വിളിക്കാതിരുന്നത്. 1, അവർ വിധവയാണ്. 2, അവർ സ്ത്രീയാണ്. 3, അവർ കറുത്ത വർഗക്കാരിയും താഴ്ന്ന സമുദായക്കാരിയാണ്. ഇത് 3ഉം ഭ്രഷ്ടാണ്, സവർണ ഹിന്ദുക്കൾ. അതുകൊണ്ട് നല്ലൊരു കാര്യത്തിന് ഇവരാരും വിളിക്കില്ല. സ്ത്രീകളെ വിളിക്കൂല, കറുത്തവരെ വിളിക്കൂല, വിധവകളെ വിളിക്കൂല. അതുകൊണ്ട് അവരെ വിളിച്ചില്ല. അല്ലേ? അങ്ങനെയല്ലേ ഉണ്ടായത്? ബാക്കി സന്യാസിമാരെയൊക്കെ വിളിച്ചത് ഉദ്ഘാടനം ചെയ്തു. അപ്പൊ ഇന്ത്യ ഒരു സെക്കുലർ രാജ്യമാകുമ്പോൾ എല്ലാ മതവിഭാഗങ്ങളെയും അവരുടെ വിശ്വാസമില്ലായ്മയും നോക്കാതെ ഉൾക്കൊള്ളുന്നു. പിന്നെ ജനാധിപത്യം എന്നുള്ളത് ഇന്ത്യയിൽ വന്നിട്ട് ഒരു വലിയ അപകടം. അതൊക്കെയാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. എന്താണ് ജനാധിപത്യത്തിന്റെ വലിയ പ്രശ്നം? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ ആധിപത്യമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. മെജോറിറ്റേറിയനിസം എന്നാണ് അതിൽ ഇംഗ്ലീഷ് പറയാം. പക്ഷെ നമ്മൾ മെജോറിറ്റേറിയനിസം ആണോ ഡെമോക്രസി? അല്ല. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തനായിരിക്കാനുള്ള അവകാശമാണ്. അങ്ങനെ വ്യത്യസ്തനായിരിക്കുന്നത് കൊണ്ട് ആപത്തൊന്നും സംഭവിക്കുകയില്ല എന്ന തീരുമാനമാണ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ തന്നെ ഈ നിയോജക മണ്ഡലം യൂത്ത് ലീഗിന്റെ കമ്മിറ്റിയിൽ 35 പേരുണ്ടെന്ന് വിചാരിക്കുക. അതിലൊരു 30 പേര് ഒരുമിച്ച് യോഗം ചേരുമ്പോൾ OK ഇസ്മായിലിനെ കൊല്ലണം എന്നാണ് തീരുമാനിക്കുക. ഭൂരിപക്ഷം ഉണ്ടല്ലോ, ജനാധിപത്യമല്ലേ, കൊല്ലണ്ടേ? പറ്റൂല. എന്താ പറ്റാത്തത്? വ്യത്യസ്തനായിരിക്കാൻ അവകാശമുണ്ട്. ഇസ്മായിലിനും വേറെ 4 ആൾക്കും ഈ ഭൂരിപക്ഷം നോക്കാതെ വ്യത്യസ്ത അഭിപ്രായം വെച്ചു പുലർത്താനുള്ള അവകാശമുണ്ട്. അങ്ങനെ വ്യത്യസ്ത അഭിപ്രായം വെച്ചു പുലർത്തുന്നത് കൊണ്ട് ആപത്തൊന്നും സംഭവിക്കുകയില്ല എന്നുള്ള സുരക്ഷിതത്വ ബോധമാണ് ഡെമോക്രസി. മഹാത്മാഗാന്ധി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഇടയിൽ പോയപ്പോൾ കുട്ടികൾ ചോദിച്ചു, ബാപ്പുജി വാട്ട് യു മീൻ ബൈ ഡെമോക്രസി? അപ്പൊ ബാപ്പുജി പറഞ്ഞു, എന്തേ കോട്ടുപാട്ടല്ലോ, ഒന്ന് ദീർഘശ്വാസം വലിച്ചു വിട്ടാൽ മതി, അപ്പൊ ശരിയാവും കേട്ടോ. അപ്പൊ ഞാൻ പറയണത് വേഗം കയറും ചെയ്തോളൂ. അപ്പൊ ഇത് ബാപ്പുജിയോട് ചോദിച്ചപ്പോൾ ബാപ്പുജി പറഞ്ഞു, കുട്ടികളെ ഞാൻ നിങ്ങളെ സമ്മതിക്കുകയാണ്, കാരണം രാവിലെ ഇരുന്നാണ് 7 മണിക്കൊക്കെ വന്നു എന്നാണ്. പിന്നെ ഇപ്പോഴും ഇരിക്കണേന് നമ്മൾക്ക് ഒരു സ്ട്രൈക്കിംഗ് പവർ ഉണ്ട്, നമ്മളെ പാർട്ടി സ്ട്രോങ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം 7 മണിക്കൂർ, ഒരു 12 മണിക്കൂർ ഇരിക്കാൻ സാധിക്കുന്നത് ലീഗിനെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. സാധാരണഗതിയിൽ നമ്മളെ ആളുകൾ അനുഭവത്തും കൊണ്ട് പറയണേന്ന് ഒരു സ്ഥലത്ത് ഇരിക്കൂല, ഇരുത്തിയേണ്ട നമ്മൾ തിരിഞ്ഞു പോരുമ്പോൾ അവിടുന്ന് പോയിട്ടുണ്ടാവും, വേറെ ആൾ വന്നിരുന്നുണ്ടാവും. ഒരു സമരപ്പന്തൽ ഉണ്ടാക്കി നോക്കി, വലിയൊരു സമരപ്പന്തൽ, അനിശ്ചിതകാല സത്യാഗ്രഹം തുടങ്ങിയായിരുന്നു. പന്തലാരും ഇരിക്കില്ല, പുറത്തിങ്ങനെ വന്നിട്ട് ഈ കസേരയിൽ ആരും ഇരിക്കില്ല,
അതെന്തൊരു ചേപ്രത്തരായിട്ട് അവൻ കാണും അല്ലേ? അത് വേറെ എല്ലാ പാർട്ടികളും സാധാരണ വിപ്ലവ പാർട്ടികൾ അങ്ങനെയല്ലേ ഇരിക്കും. എന്ത് വന്നാലും വേണ്ടില്ല ഞാൻ അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം നിലനിൽക്കായിരുന്നു. നമ്മളിങ്ങനെ പുറത്തു നിന്നിട്ട് എല്ലാവരും എടുത്തൊടുപ്പുകാരാവും. നേതാക്കന്മാർ വരുമ്പോൾ കൈ കൊടുക്കാനും കൊണ്ടുപോകാനും മുദ്രാവാക്യം വിളിക്കാനും കസേര ഇട്ട് കൊടുക്കാനും ചായ കൊടുക്കാനും അതിനൊക്കെ എല്ലാവരും നിൽക്കും. ഈ കുത്തിരിക്കണ പണി പിന്നെ ആർക്കുള്ളതെന്ന് അറിയില്ല. അപ്പം അതുകൊണ്ട് ഇത്ര നേരം ഇരുന്നത് കൊടുവള്ളിയുടെ ഒരു മഹാത്ഭുതമാണ്, ഒരു വലിയ സംഭവമാണ്. അത് പറഞ്ഞപ്പോൾ ഒരാൾ നീറ്റ് വിടുന്നു. അപ്പോൾ സാരില്ല, കുഴപ്പമില്ല, അതൊക്കെ ഉണ്ടാവുന്നില്ല, കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഗാന്ധിജി കുട്ടികളോട് പറഞ്ഞു എന്താണ് ജനാധിപത്യം എന്ന് വെച്ചപ്പോൾ ഗാന്ധിജി പറഞ്ഞു, കുട്ടികളെ നിങ്ങളൊരു ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് ഒന്നാമനായി തീരുകയാണെങ്കിൽ നിങ്ങൾ ഒന്നാമനാകാൻ കാരണം വേറെയും ചിലർ കൂടെ ഓടാനുണ്ടായിരുന്നത് കൊണ്ടാണെന്ന് അറിയലാണ് ജനാധിപത്യം. ഒറ്റ കൂടിയാൽ ആരും ഒന്നാമനാവുകയില്ല. കറക്റ്റല്ലേ? എത്ര നല്ലൊരു ഡെഫിനിഷൻ ഏതാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ? നിങ്ങളൊരു ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് ഒന്നാമനായി തീരുകയാണെങ്കിൽ നിങ്ങൾ ഒന്നാമനാകാൻ കാരണം വേറെയും ചിലർ കൂടെ ഓടാനുണ്ടായിരുന്നത് കൊണ്ടാണെന്ന് അറിയലും അവരെ ബഹുമാനിക്കലുമാണ് ജനാധിപത്യം. ഒറ്റ കൂടിയാൽ ആരും ഒന്നാമനാവില്ല എന്ന് പറഞ്ഞ ആളെ ഗാന്ധി. സെക്കുലറിസത്തെ കുറിച്ച് ഗാന്ധി പറഞ്ഞു, ഞാൻ നല്ലൊരു ഹിന്ദുവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു മുസൽമാനും നല്ലൊരു ക്രൈസ്തവനും ആകുന്നു. ചേടാ, അതെങ്ങനെ? ഒരാൾ നല്ല ഹിന്ദു ആയാൽ, ഒരാൾ നല്ല മുസ്ലിം ആയാൽ, ഒരാൾ നല്ല ക്രിസ്ത്യൻ ആയാൽ ദേ ആർ ഈക്വൽ. അവർ തമ്മിൽ കലഹമൊന്നും ഉണ്ടാവില്ല എന്നതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെയുള്ളൊരു സെക്കുലർ ആയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. നമ്മൾ ആ സെക്കുലറിസത്തിലും മതസൗഹാർദ്ദത്തിലും വിശ്വസിക്കുന്നവരാണ്. ആ മതേതരത്വം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു, ആ ജനാധിപത്യം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു ഇലക്ടോറൽ ഓട്ടോക്രസിയാണ് ഇവിടെ ഉള്ളത്. തെരഞ്ഞെടുപ്പ് ഇവിടെ ഉണ്ട്, അത് നിഷ്പക്ഷമായിട്ടല്ല നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വരുന്ന ആളുകൾ നിഷ്പക്ഷമായിട്ടല്ല ഭരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നിഷ്പക്ഷമായിട്ടല്ല. അപ്പൊ ആ ഭരണഘടന, ആ ജനാധിപത്യം, ആ സെക്കുലറിസം അത് നമുക്ക് തിരിച്ചു പിടിക്കണം. അത് നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ ഇന്ത്യയിൽ വിശ്വാസ പ്രമാണങ്ങളിൽ ഫാസിസ്റ്റുകളെല്ലാം ഇപ്പോൾ സാധാരണ പറയാറുണ്ടല്ലോ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇവർ ചെയ്യുന്നൊരു കാര്യം നിങ്ങൾ നോക്കിക്കോ. നമ്മളൊരു പക്ഷപാതപരമായിട്ട് പറയല്ലോ, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ആഹാരം കുഴപ്പമാണ്. അതിനെതിരായിട്ട് ധാരാളം ദുഷ്പ്രചരണങ്ങൾ, അതിൽ തുപ്പും, അത് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് അതിനെപ്പറ്റി. മുസ്ലിങ്ങളുടെ വസ്ത്രധാരണ രീതി, പ്രത്യേകിച്ച് സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി തെറ്റാണ്. മുസ്ലിങ്ങളുടെ ആഹാരം തെറ്റാണ്, മുസ്ലിങ്ങളുടെ വസ്ത്രധാരണ രീതി തെറ്റാണ്, മുസ്ലിങ്ങളുടെ ഭാഷ തെറ്റാണ്. മുസ്ലിങ്ങൾ ഇങ്ങനെ സമ്പത്തുണ്ടാക്കുന്നത് ശരിയല്ല, മുസ്ലിങ്ങളുടെ വഖഫ് അപകടമാണ്, മുസ്ലിങ്ങളുടെ വിവാഹം ശരിയല്ല, മുസ്ലിങ്ങളുടെ വിവാഹമോചനം ശരിയല്ല, മുസ്ലിങ്ങൾ ഇങ്ങനെ സമ്പത്ത് കൈവശം വെക്കുന്നത് ശരിയല്ല, അവന്റെ ശരീഅത്ത് ശരിയല്ല, മുസ്ലിമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം മോശമാണെന്ന് പറഞ്ഞു. എന്നാ വേറെ ഇപ്പോൾ ഈ വഖഫിന്റെ കാര്യം പറയുമ്പോൾ, വഖഫ് നമ്മളെ മതപരമായ സമ്പത്തെന്ന സ്വകാര്യ പ്രോപ്പർട്ടിയാണ്, സ്വകാര്യ സമ്പത്താണ്. ഞാനോ നിങ്ങളോ നമ്മുടെ സ്വന്തം അധ്വാനത്തിന്റെ ഫലമായി നമുക്കുണ്ടായി കിട്ടിയ സമ്പത്തിന്റെ ഒരു വിഹിതം ദൈവത്തിന് നീക്കി വെക്കുകയാണ് ഒരു സൽക്കർമ്മം ചെയ്യുന്നതിന് വേണ്ടി. അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, നമ്മളെ സ്വകാര്യ സ്വത്താണ്. അതിൽ ഇടപെടേണ്ട ഒരു കാര്യമില്ല, ഭരണഘടന അതിന് സമ്മതിക്കുന്നില്ല. പക്ഷെ ആ വഖഫ് ബോർഡ് വഴി വഖഫ് സ്വത്ത് നിയന്ത്രിക്കുന്ന ഒരു ബോർഡ്, വഖഫ് കൗൺസിലും ഉള്ളത് മുസ്ലിങ്ങൾക്കാണ്, പിന്നെ ഉള്ളത് ഹിന്ദുക്കൾക്കാണ്, ക്രിസ്ത്യാനികൾക്ക് ഇല്ല. അതെന്താ നിങ്ങൾ ആലോചിക്കാത്തത്? അവർക്ക് ആ സംഭവം ഇല്ല. ഓർഗനൈസർ എഴുതില്ലേ 17 കോടി ഏക്കർ സ്ഥലം അവർക്കുണ്ടെന്ന്. അതിന് ചർച്ച് ബില്ല് കൊണ്ടുവരണം. ഒരു രാജ്യത്ത് നടപ്പിലാക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ബുദ്ധമതക്കാർക്കും എല്ലാം ഒരുപോലെ അവരുടെ മതപരമായ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ബോർഡ് അതിനെ സഹായിക്കാൻ വേണം. അത് മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും മാത്രമേ ഉള്ളൂ, ക്രിസ്ത്യാനികൾക്കില്ല. എന്താ അത് ആരും ചോദിക്കാത്തത്? അവർ സുഖമായിട്ട് നമ്മളെ ഈ ബില്ല് പോണുമ്പോൾ ഇതിനെ എതിർക്കും ചെയ്യുന്നു. ഒരു ചർച്ച് ബില്ല് എന്ന് പറഞ്ഞൊരു ബില്ല് കൊണ്ടുവരാൻ ഒരു ശ്രമമുണ്ട്. അത് വന്നാൽ ഇവരുടെ സ്വഭാവം മാറും. അപ്പൊ അവർക്ക് എന്താ ഇല്ലാത്തത്? ബ്രിട്ടീഷുകാരന്റെ കാലം മുതൽ ഏറ്റവും കണ്ണായ പല സ്ഥലങ്ങളും അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ സ്ഥലങ്ങളൊക്കെ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് സ്വന്തമായി സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാൻ ഗവൺമെന്റിന് യാതൊരു ഇന്റർഫറൻസും ഇല്ല. നല്ല സമ്പത്ത് അവർക്കുണ്ട്. നമ്മളിപ്പോൾ അവരെ ബുദ്ധിമുട്ടിലാക്കണം എന്നല്ല പറയണം.
പക്ഷെ അവർക്കൊരു ചർച്ച് ബില്ലില്ല, അതിന് തയ്യാറില്ല. അതുപോലെ ഇന്ത്യ പലരും ഭരിച്ചിട്ടുണ്ട്. നമ്മുടെ ചരിത്രത്തിൽ നമുക്കറിയാം, മുസ്ലിം കാലഘട്ടം, ഹിന്ദു കാലഘട്ടം, ബ്രിട്ടീഷ് കാലഘട്ടം എന്നാണ് ജെയിംസ് മില്ല് എഴുതിയ, ബ്രിട്ടീഷുകാരൻ എഴുതിയ ഹിസ്റ്ററിയാണ്. മുസ്ലിം കാലഘട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാലഘട്ടം ഇല്ല. എന്നാലും മുസ്ലിം കാലഘട്ടമായിട്ട് തിരിച്ചു, ഹിന്ദു കാലഘട്ടമായി തിരിച്ചു. മൂന്നാമത്തെ കാലഘട്ടം ബ്രിട്ടീഷ് കാലഘട്ടമാണ്. അതേതോ ബ്രിട്ടീഷ് കാലഘട്ടം, അതിന് മതല്ലേ? അത് ക്രിസ്ത്യാനികളുടെ കാലഘട്ടമാണ്. അത് അങ്ങനെ പറയാത്ത എന്താ? ബ്രിട്ടീഷുകാർ പറയാണ്ടിരിക്കുകയാണ്. ബ്രിട്ടീഷ് കാലഘട്ടം അങ്ങനെ ഒരു കാലഘട്ടമല്ല, അത് ക്രിസ്ത്യൻ കാലഘട്ടമാണ്. അതങ്ങനെ പറയാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. അത് പണ്ടേ ചരിത്രകാരന്മാർ അങ്ങനെ ആക്കി വെച്ചു. ഇപ്പൊ ഈ NCERT എന്നൊക്കെ, ഇതൊക്കെ മതത്തിനെതിരായിട്ടുള്ള മതനിരാസങ്ങൾ തന്നെയാണ്. ഇതൊക്കെ NCERTയിൽ നിന്ന് മുഗൾ ചക്രവർത്തിമാരെ മുഴുവൻ നീക്കി. മുഗൾ ചക്രവർത്തിമാർ നമ്മുടെ ആരുമല്ല, അവരൊക്കെ ചക്രവർത്തിമാരാണ്. മതപണ്ഡിതന്മാരും നമ്മളെ നേതാക്കന്മാരും ഒന്നുമല്ല. ആ മുഗൾ ചക്രവർത്തിമാരെ അതിനെ മുഴുവൻ നീക്കിയല്ലോ. പക്ഷെ ആ 300 കൊല്ലം ചരിത്രത്തിൽ നിന്ന് ഇപ്പം മാറ്റി. ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ ഡൽഹിയിൽ നമ്മുടെ കൊച്ചു കുട്ടികളായിട്ട് പോയാൽ കുത്തബ് മീനാർ അവിടെ ഉണ്ടെങ്കിൽ അത് നമുക്ക് നോക്കിയിട്ട് ഇത് ആരുണ്ടാക്കിയതാ ബാപ്പാന്ന് ചോദിച്ചാൽ ചരിത്രത്തിൽ അതിന് രേഖ ആരുണ്ടാക്കിയത്. ആൾക്കാരെ മാറ്റി. താജ്മഹലിന്റെ അടുത്ത് പോയി ഇങ്ങനെ നോക്കിയിട്ട് ഇതിപ്പോൾ ആരുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ആളില്ല. കാരണം ആ 300 കൊല്ലത്തെ ചരിത്രം നീക്കം ചെയ്തു പറയാൻ പറ്റുള്ളൂ. ആരുണ്ടാക്കി പറയാൻ പറ്റില്ല. അന്നേക്ക് അത് വെച്ചേക്കോന്ന് പറഞ്ഞിട്ട് വേറെ കാര്യം. അപ്പൊ ഈ വഖഫ് സ്വത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വിഷയം ഉണ്ടല്ലോ, വഖഫ് ആക്ടിൽ. അതായത് എല്ലാ അധികാരവും ട്രിബ്യൂണലിനല്ല, കലക്ടർക്കാണെന്ന് പറഞ്ഞു. ഇനി ഒരാള് ജീവിതത്തിൽ വഖഫ് ചെയ്യാനുള്ള സാധ്യത ഇല്ല ഈ ആക്ട് നടപ്പിലായത്. എന്താ ഇല്ലാത്തറിയോ? 5 കൊല്ലം ഇസ്ലാമിക ജീവിതം നയിച്ചു എന്നുള്ളതിന് തെളിവ് വേണോ? അതെങ്ങനെ ഉണ്ടാക്കും? 5 കൊല്ലം ഇസ്ലാമിക ജീവിതം നയിച്ചു എന്ന് പറയണമെങ്കിൽ നിയമങ്ങളിൽ സാധാരണ ഡെഫിനിഷൻസ് ഉണ്ടാവും. ഇസ്ലാമിക ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് നിയമം ഉദ്ദേശിക്കുന്നത്? ആരാണത് നിർവചിക്കുക? ഇസ്ലാമിക ജീവിതം എന്ന് പറഞ്ഞാൽ ഷിയ ഉണ്ട്, മുസ്ലിം ഉണ്ട്, സുന്നി ഉണ്ട്, മുജാഹിദ് ഉണ്ട്, സമസ്ത ഉണ്ട്, ഈക്ക ഉണ്ട്, ഇവിടുത്തെ കാഫിലുണ്ട്. നിങ്ങളെ ഈ കാഫിലല്ലേ വടവൂര്, ഇങ്ങനെയുണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഏതാണ് ഇസ്ലാമിക ജീവിതം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ വ്യത്യാസപ്പെടുത്തി പറയും ചിലപ്പോൾ. അപ്പൊ ഇസ്ലാമിക ജീവിതം നിർവചിക്കപ്പെടാതെ എങ്ങനെയാണ് 5 കൊല്ലം ഇസ്ലാമിക ജീവിതം നയിക്കുക? ഞാൻ അഥവാ നയിച്ചു എന്ന് വിചാരിക്കുക, അത് ഇസ്ലാമിക ജീവിതം തന്നെ ആയിരുന്നു എന്ന് സർട്ടിഫൈ ചെയ്യലാരാ? അതിന് അതോറിറ്റി ആരാ? അതില്ല. അപ്പൊ ഈ ആര് വഖഫ് വെക്കാൻ ശ്രമിച്ചാലും ഇസ്ലാമിക ജീവിതം 5 കൊല്ലം നയിച്ചിട്ടില്ല പറഞ്ഞാൽ പിന്നെ വഖഫില്ല, പോയി. പിന്നെ വെക്കണില്ല. വെച്ചതോടത്തോളം സംഖ്യ ഒരു 9 ലക്ഷത്തോളം ഏക്കർ സ്ഥലം എന്തൊക്കെ ഉണ്ട്, അതൊക്കെ ഇവര് പിടിച്ചെടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. സ്ഥാപനങ്ങൾക്ക് മുമ്പ് വഖഫ് രജിസ്റ്റർ ചെയ്താൽ 2 കൊല്ലം വരെ തർക്കം കൊണ്ടുവരാം. 2 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ തർക്കിക്കാൻ പാടില്ല. ഫൈനലായി എന്നായിരുന്നു കണക്ക്. ഫൈനലായിരുന്നു എന്നായിരുന്നു കണക്ക്. ഇപ്പോഴോ ആ 2 കൊല്ലത്തിന്റെ കാലാവധി എടുത്തു കളഞ്ഞു. 25 കൊല്ലം കഴിഞ്ഞാലും 50 കൊല്ലം കഴിഞ്ഞാലും തർക്കിക്കാം. ഒരു വഖഫ് സ്വത്ത് തർക്കത്തിലാണെങ്കിൽ പിന്നെ അതിൽ അന്ന് മുതൽ വഖഫ് അല്ലാതായി തീരുന്ന പുതിയ നിയമം പറയുന്നത്. സാധാരണ ഒരു ഭൂമിക്ക് തർക്കം വന്നാൽ ആ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യൂലേ കേസ് തീരുന്ന വരെ. ഇപ്പൊ അങ്ങനെയല്ല. ഈ നിയമത്തില് സ്റ്റാറ്റസ് കോ ഇല്ല. ഒരു തർക്കം തോന്നുകയാണെങ്കിൽ അപ്പം മുതൽ ഇത് വഖഫ് അല്ലാണ്ടായി. ഇനി ആ തർക്കം ആരാണ് തർക്കം ഉന്നയിക്കുക? ഗവൺമെന്റിന് ഉന്നയിക്കുക. ആ തർക്കം പരിഹരിക്കാനുള്ള കമ്മിറ്റി ഏതാ? അത് കലക്ടറാണ്. അപ്പൊ എല്ലാം ഗവൺമെന്റ് തന്നെ ചെയ്യണം. ഈ ബുദ്ധിമുട്ടൊക്കെ മുസ്ലിം സമുദായത്തിന് വരുത്തണം. അല്ലേ? കൊടുത്തോ എന്നാ പറയണ്ടേ? ഞാൻ നിർത്തിയൂടെ? അപ്പൊ ഇതിനുള്ള എല്ലാ തർക്കങ്ങളും ഇങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെടുത്തി നിലനിർത്തുകയാണ്. അപ്പൊ മതരാഷ്ട്രം സൃഷ്ടിക്കുന്ന അതേ ആളുകൾ തന്നെ മതനിരാസം എന്ന സമീപനം മുസ്ലിങ്ങളോട് സ്വീകരിക്കുന്നുണ്ട് എന്നാ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മുസ്ലിങ്ങളുടെ മതം നിരസിക്കുക, അങ്ങനൊരു പണി ചെയ്യുന്നുണ്ട്. അവരുടെ മതരാഷ്ട്രം ഇവിടെ സ്ഥാപിക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് ഹിന്ദുത്വം എന്നുള്ളത് നിങ്ങൾ വേർതിരിച്ച് കാണണമെന്നും കൂടി മാത്രം പറഞ്ഞ് അത് നിർത്താം. മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളും സംഘപരിവാർ അല്ല എന്ന് മനസ്സിലാക്കണം. ഹിന്ദുക്കളെ മുഴുവൻ സംഘപരിവാറായിട്ട് മുദ്ര കുത്തരുത്. അവർ നമ്മളെ സഹായിക്കുന്നവരാണ്. ഹിന്ദുത്വ ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. മഹാത്മാ ഗാന്ധി വാസ് എ ഹിന്ദു, ഗോഡ്സെ വാസ് എ ഹിന്ദു. ഗോഡ്സെ ഷോട്ട്, ഗാന്ധി ഡെഡ്. ഗോഡ്സെ എന്ന് പറയുന്ന ഹിന്ദു മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഹിന്ദുവിനെ വെടിവെച്ചു കൊന്നു. അതിൽ നമ്മളെ ഹിന്ദു മഹാത്മാഗാന്ധിയാണ്. ഗോഡ്സെ ഹിന്ദുത്വ ആണ്, ഹിന്ദുത്വമാണ്. ആ താൻ കൂടി ചേർന്നാണ്.
അപ്പൊ ഹിന്ദുത്വം എന്താണെന്നും ഹിന്ദു എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഗോഡ്സെ എന്താണെന്നും ഗാന്ധി എന്താണെന്നും മനസ്സിലാക്കിയാൽ മതി. അപ്പൊ എല്ലാവരും ഗോഡ്സെ അല്ല. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിന് ഇന്ത്യയിൽ രാഷ്ട്രീയ രംഗത്തും സമുദായത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഇവരുടെയൊക്കെ പിൻബലം ആവശ്യമാണ്. മതനിരാസം പ്രചരിപ്പിക്കുന്ന നവനാസ്തികരുൾപ്പെടെയുള്ളവരെ ശക്തമായിട്ട് നമുക്ക് എതിർക്കേണ്ടതായിട്ടുണ്ട്. അവരെല്ലാം ഇന്ന് വലതുപക്ഷത്തിൻ്റെ കൈകളിലാണ്. ദുഷ്പ്രചരണങ്ങൾ വേണ്ടത്ര നടന്നു വരികയാണ്. ഈ സാഹചര്യത്തിൽ മതപരമായ നമ്മുടെ പ്രതികരണങ്ങളും വെറും വൈകാരികമായി മാറാൻ പാടില്ല എന്നുകൂടി ഉപദേശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഏതാനും സമയങ്ങൾക്കകം നമ്മളെവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി സാഹിബ് ഈ വേദിയിൽ എത്തിച്ചേരുന്നതായിരിക്കും. നമസ്കരിക്കാനുള്ള സൗകര്യം താഴെയുണ്ട്. ഇതിനിടയിൽ അവർ ലൈഫ് സ്റ്റൈൽ എന്ന വിഷയത്തെ അധികരിച്ച് നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ നിഷാദ് റഹ്മാനെ സാദരം ക്ഷണിക്കുന്നു.